വലിയ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ സീറ്റ് നേടിയെങ്കിലും കപ്പിലേക്ക് എത്താൻ കേരളത്തിന് ഭാഗ്യമുണ്ടായില്ല. വിദർഭയ്ക്കെതിരെ ഫൈനൽ പോരാട്ടത്തിന് സമനിലയിലാണ് കലാശിച്ചത്. എന്നാൽ ആദ്യ ഇന്നിംഗ്സിലെ ലീഡിന്റെ കരുത്തിൽ വിദർഭ മൂന്നാം തവണയും രഞ്ജി ട്രോഫി കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു. കേരളത്തിന്റെ കന്നി ട്രോഫി എന്ന കിരീടമാണ് തകർന്നടിഞ്ഞത്. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങേണ്ടി വന്നതാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത വിദർഭയെ 379 റൺസിന് ഒതുക്കാൻ കേരളത്തിനായി. വിദർഭയുടെ ടോപ്സ് ഓർഡറിനെ തുടക്കത്തിൽ മടക്കിയെങ്കിലും അവസരത്തിനൊത്തുയരാത്ത മധ്യനിരയാണ് വിദർഭയ്ക്ക് കരുത്തായത്. പാർത്തുകാടെയും ധ്രുവ്ഷുറയും ദർശൻ നാൽക്കണ്ടേനെയും എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ ഡാനിഷ് മലേവറിന്റെയും സെഞ്ചുറി കരുത്തിൽ കേരളം ത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. 285 പന്തിൽ 15 ഫോറും 3 സിക്സും ഉൾപ്പെടെയാണ് മലേവർ ഞെട്ടിച്ചത്. കരുൺ നായർ 188 പന്തിൽ 8 ഫോറും 1 സിക്സും അടക്കം 86 റൺസ് നേടി. പിന്നീട് വലിയ പ്രകടനങ്ങൾ വരാതിരുന്നതോടെ 379 റൺസിൽ വിദർഭ ഒതുങ്ങുകയായിരുന്നു. മറുപടിക്കിറങ്ങിയ കേരളവും പ്രതീക്ഷിച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. അക്ഷയ് ചന്ദ്രൻ, റോഹൻ കുന്നുമൽ എന്നിവരെ നിരാശപ്പെടുത്തി. ഓപ്പണർമാർ പെട്ടെന്ന് പുറത്തായെങ്കിലും സാർവേയും അഹമ്മദ് ഇമ്രാനും ചേർന്ന് കേരളത്തിന് അടിത്തറ പാകി. വലിയ തകർച്ചയിൽ നിന്ന് കേരളത്തെ കരകയറ്റിയത് ഈ കൂട്ടുകെട്ടായിരുന്നു. പിന്നാലെ നായകൻ സച്ചിൻ ബേബിയും കരുത്ത് കാട്ടി. 235 പന്തിൽ 10 ഫോർ അടക്കം 98 റൺസാണ് സച്ചിൻ നേടിയത്. സെഞ്ചുറിക്ക് രണ്ടകലെയാണ് സച്ചിൻ പുറത്തായത്. പിന്നാലെ എത്തിയവർക്ക് വലിയ സ്കോർ നേടാനായില്ല. സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ജലക് സക്സേന എന്നിവരും പെട്ടെന്ന് പുറത്തായി. വലിയ കൂട്ടുകെട്ടില്ലാതെ വന്നതോടുകൂടെ കേരളം 342 റൺസിന് ഒതുങ്ങി. ഇതോടെ 37 റൺസിന് നിർണായക ലീഡ് വിദർഭയ്ക്ക് ലഭിച്ചു. കേരളത്തിന്റെ മധ്യനിര ബാറ്റർമാരും ഓപ്പണർമാരും ശോഭിക്കാതെ പോയതാണ് പ്രശ്നമായത്. ലീഡിന്റെ കരുത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ വിദർഭയുടെ തുടക്കം മോശമായിരുന്നു. 2 വിക്കറ്റുകൾ അതിവേഗം നഷ്ടപ്പെട്ടിട്ടും പിന്നീട് കരുൺ നായരും ഡാനിഷ് മലേവറും ചേർന്ന് അടിത്തറ പാകി. 31 റൺസിൽ കരുൺ നായരുടെ ക്യാച്ച് അക്ഷയ് ചന്ദ്രൻ വിട്ടുകളഞ്ഞത് മത്സരഫലത്തെ മാറ്റിമറിച്ചു. ഒടുവിൽ 9 വിക്കറ്റിന് 375 റൺസിൽ നിൽക്കുമ്പോൾ ഇരു ടീമും സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിലെ ലീഡിന്റെ കരുത്തിലാണ് വിദർഭ രഞ്ജി ട്രോഫി ജേതാക്കളായത്. ടൂർണമെന്റിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് വിദർഭ കളിച്ചത്. എന്നാൽ കേരളത്തിന്റെ ജയങ്ങൾ പലർക്കും അപ്രതീക്ഷിതമായിരുന്നു. ഡാനിഷ് മലേവറാണ് മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയത്. ഹർഷ് ദുബെ രഞ്ജി ട്രോഫി സീസണിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റുമായി. ടൂർണമെന്റിലുടനീളം മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കാൻ കേരളത്തിന് സാധിച്ചു എന്നത് അഭിമാന നേട്ടമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മറ്റൊരു പ്രൗഢഗംഭീരമായ അധ്യായത്തിനാണ് തുടക്കമാകുന്നത്.